ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഊപ്സിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് 4 പില്ലേഴ്സ് ഓഫ് ഊപ്സിൻ്റെ അകത്ത് മൂന്നാമതായിട്ട് പറഞ്ഞ ഒരു സാധനമുണ്ട്, അബ്സ്ട്രാക്ഷൻ. അതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ടൈം കളയാനൊന്നുമില്ല, വീഡിയോയിലേക്ക് പോകുന്നത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അബ്സ്ട്രാക്ഷൻ എന്നാണ് ആദ്യം നോക്കാം. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ യൂസർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കാണിച്ചു കൊടുത്ത് യൂസർക്ക് വേണ്ടാതെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കെൻഡിൽ മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് അബ്സ്ട്രാക്ഷൻ ഉള്ളത്. അതായത് യൂസർക്ക് വേണ്ട മാത്രം കാണിച്ചു കൊടുക്കും മുമ്പിൽ, യൂസർ മുമ്പിൽ. പക്ഷെ അതിൻ്റെ ബാക്കെൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും യൂസർക്ക് അറിയില്ല. ഇനി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു, യൂസർ സെർച്ച് ചെയ്യുന്നു, ഇതിൻ്റെ ബാക്കിലുള്ള പ്രവർത്തനങ്ങളൊന്നും യൂസർക്ക് അറിയില്ലല്ലോ, പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ബട്ട് അത് യൂട്യൂബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളെ കീബോർഡ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ ഉണ്ടാവില്ലല്ലോ, കീബോർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ? അതിലുള്ള കീസ് നോക്കിയേ, എ ബി സി ഡി ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ബാക്കിൽ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അത് കുറച്ച് പേർക്ക് അറിയായിരിക്കാം, ബട്ട് എല്ലാവർക്കും അറിയില്ലല്ലോ. ഇത്രയേ ഉള്ളൂ, ബാക്കെൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. അതുപോലെ മൗസിൻ്റെ പുറത്തുള്ള ബോഡിയും ഇതൊക്കെ നമുക്കറിയാം, അതെന്തിനു ഉപയോഗിക്കുന്നതും നമുക്കറിയാം. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അത്രയേ ഉള്ളൂ ഈ അബ്സ്ട്രാക്ഷൻ നടത്തുക. യൂസർക്ക് വേണ്ട മാത്രം കാണിച്ചു കൊടുത്തിട്ട് വേണ്ടാതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ്. ഇനി എന്നാ യൂസ് എന്ന് വെച്ചാൽ ഡാറ്റ സെക്യൂരിറ്റി വർദ്ധിക്കും. അതുപോലെ റീയൂസിബിലിറ്റിയും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സേഫ്റ്റി തന്നെയാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇത് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ നമുക്ക് 2 വേസ് ഉണ്ട്. 2 മാർഗത്തിലൂടെ നമുക്ക് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻ്റർഫേസ്. ഈ അബ്സ്ട്രാക്ഷനും ഇൻ്റർഫേസും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അബ്സ്ട്രാക്റ്റ് ക്ലാസ് 0 to 100% വരെ അബ്സ്ട്രാക്ഷൻ കാണിക്കും. ഓക്കെ, ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് 100% അബ്സ്ട്രാക്ഷനാണ് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാകാം, 0 to 100% അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ ഇനി തുടർന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നതായിരിക്കും. എനിക്ക് ഓവറായിട്ട് ഇവിടെ തിയറി പറഞ്ഞ് നിൽക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഞാൻ പഠിച്ചത് ഫുള്ളും പ്രാക്ടിക്കലായിട്ടാണ്. അതായത് ഇത് രണ്ട് മാർഗമുണ്ട്. ഈ ഒരു കാര്യം നോക്കി പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇറങ്ങിയത്. അതായത് കോഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. അതായത് നിങ്ങളെ ചിലപ്പോൾ PDF നോട്ട് ഉണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടാകാം, നോട്ടും ഉണ്ടാകാം. ആ നോട്ടിലുള്ള എല്ലാ പോയിന്റ്സും ഞാൻ കോഡിലൂടെ തന്നെ പറഞ്ഞു തരും. ഓക്കെ, അതായത് ഞാൻ നോട്ടും നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അതായത് നോട്ട് നോക്കിയിട്ട് തന്നെ 2 ആഴ്ചയായി. കോഡിലൂടെ പഠിച്ചാലുള്ള ഗുണം ഇത്രയേ ഉള്ളൂ പറയാൻ. അതായത് നമുക്ക് ഓർമ്മയിൽ നല്ലോണം നിൽക്കും കോഡ് ചെയ്ത് പഠിച്ചാൽ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഓർമ്മ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഫസ്റ്റത്തേക്ക് പോവാം, അബ്സ്ട്രാക്റ്റ് ക്ലാസ്. ഇനി ഞാൻ എന്തെങ്കിലും ഇതിൽ പറഞ്ഞ് ലാസ്റ്റോട്ട് എത്തിയിട്ടും പറയാതെ ഏതോ പോയിന്റ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടാവുന്നതാണ്. ഓക്കെ, ഇടണം, കാരണം അതും എനിക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റാണ്. അതും ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവർക്കും അത് ഒരു യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഇടണം. ഓക്കെ, ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തീയിലേക്ക് പോവാം, അബ്സ്ട്രാക്റ്റ് ക്ലാസ്. ഓക്കെ, കോഡിലൂടെ തന്നെയാണ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഓൺലൈൻ GDB ഓപ്പൺ ആക്കിയിട്ട് മെയിൻ ഫയലും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ മൈക്ക് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ എത്രക്കുണ്ടെങ്കിൽ പറഞ്ഞത്.
ആ സൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ മൈക്ക് കൈമുതലെടുത്തിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. സൗണ്ട് ഞാൻ ആദ്യം ചെക്ക് ചെയ്തിരുന്നു, കയ്യിൽ എടുത്തിട്ട് പറയാൻ കഴിഞ്ഞാൽ മൈക്ക് സൗണ്ട് കൂടുതലാണ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷർട്ടിലേക്ക് ഇത് കൊടുക്കാൻ പോകും. ഓക്കെ, സൗണ്ടിൻ്റെ കാര്യം കുറച്ച് കുറവുണ്ടോ, അധികമൊന്നും പറയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ അബ്സ്ട്രാക്റ്റ് തന്നെയുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്. ഓക്കെ, കീവേഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണോ ക്ലാസ്സിൻ്റെ നെയിം, ഞാനിവിടെ ഹലോ കൊടുക്കാൻ പോകണം. ഓക്കെ, ക്ലാസ്സിൻ്റെ നെയിമായിട്ട് ഞാൻ ഹലോ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൻ്റെ നെയിമായിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്തിരിക്കണം. അബ്സ്ട്രാക്റ്റ് എന്താണോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാനിവിടെ വോയിഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹായ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് നമുക്ക് ഇവിടെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നമുക്ക് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എനിക്ക് നോട്ട് ചെയ്യുക, ഓർത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യണം. ഇനി ഞാൻ വീണ്ടും ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അബ്സ്ട്രാക്റ്റ് കീവേഡ് യൂസ് ചെയ്യണം. വോയിഡ് ഇവിടെ ഞാൻ ഹോയ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും മെത്തേഡിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ബിൽഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ഇവിടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലില്ലാതെ, അതായത് അബ്സ്ട്രാക്റ്റ് അല്ലാതെ ഒരു മെത്തേഡ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളൊന്ന് അബ്സ്ട്രാക്റ്റ് യെസ് നോ ടൈപ്പ് ചെയ്യും. ഓക്കെ, അബ്സ്ട്രാക്റ്റ് അല്ലാതെ വേറൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഓക്കെ, ഇവിടെ ഞാൻ വോയിഡ് ഹോക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, വോയിഡ് ഹോക്കി, അതായത് ഈ ഒരു ക്ലാസ് ആണെങ്കിൽ, അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് അല്ലാതെ ക്ലാസ് ആണെങ്കിൽ അതിന് ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമുക്കിവിടെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ പ്രിന്റ് കൊടുത്തിട്ട് മെസ്സേജിൻ്റെ അകത്ത് ഹോക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ അപ്പോൾ ഇത് ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പറയണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നോട്ട് പാഡ് അവിടെ ഇവിടെ ഞാൻ പറഞ്ഞു തന്ന സാധനം ഓർക്കുന്നുണ്ട് നിങ്ങൾ? 0 to 100% വരെ അബ്സ്ട്രാക്ഷൻ പറ്റും എന്ന് പറഞ്ഞില്ലേ, പോസിബിൾ ആണ് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞില്ലേ. അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടാൽ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, ഇതുപോലെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, നമുക്ക് അബ്സ്ട്രാക്റ്റ് മെത്തേഡും ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോൺ അബ്സ്ട്രാക്റ്റ് ആയ സാധാരണ മെത്തേഡും നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ട് ഈ 0 to 100% അബ്സ്ട്രാക്ഷൻ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നോൺ അബ്സ്ട്രാക്റ്റ് ക്ലാസ് അല്ലാതെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് അല്ലാതെ മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് 0 to 100% അബ്സ്ട്രാക്ഷൻ എന്ന് പറയാൻ കാരണം. ഇനി ഇത് 100% അബ്സ്ട്രാക്ഷൻ ആക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോൺ അബ്സ്ട്രാക്ഷൻ ആയ മെത്തേഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യാറ്. ഇപ്പോൾ ഇതൊരു 100% അബ്സ്ട്രാക്റ്റ് ക്ലാസ് മെത്തേഡാണ്, അതായത് അബ്സ്ട്രാക്ഷൻ 100% അബ്സ്ട്രാക്ഷൻ ഉള്ള ഒരു ക്ലാസ് ആണ് ഇത്, ഹോയ് എന്ന് പറയുന്നുള്ള, ഹലോ എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, പക്ഷേ ഈ ഒരു മെത്തേഡും കൂടി ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നോൺ അബ്സ്ട്രാക്റ്റ് ആയ ക്ലാസ്സും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഒരു എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് 0 to 100% അബ്സ്ട്രാക്ഷൻ ആണ് ഈ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് വഴി നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഈ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന്
ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അതായത് ഒബ്ജക്റ്റ് എനിക്ക് ഈ ഒരു ക്ലാസ്സിന് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ്, അതായത് അബ്സ്ട്രാക്റ്റ് ഡയറക്റ്റ് യെസ് ഇങ്ങനെ കൊടുത്താൽ മതി, ചാറ്റിലിട്ടോ. അതായത് യെസ് ആണ് യെസ്, നോ ആണ് നോ. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് അബ്സ്ട്രാക്റ്റ് ഒബ്ജക്റ്റ് യെസ് നിങ്ങൾ ചാറ്റിലിട്ടോ. ഓക്കെ, ഇനി നോ ആണെങ്കിൽ നിങ്ങൾക്ക് നോ കൂടാ, അബ്സ്ട്രാക്റ്റ് ഒബ്ജക്റ്റ് നോ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ചാറ്റിലിട്ടോ. ഇനി നമുക്ക് ചാറ്റിലിട്ട് കഴിഞ്ഞാൽ തുടർന്ന് കണ്ടോ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആൻസർ പറയാം. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അത് ഡൗട്ടുള്ളവർക്ക് ഞാനതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഹലോനാണ് ഞാനിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഹലോ എച്ച് കൊടുക്കുന്നുണ്ട് ഹലോന്, എന്നിട്ട് ന്യൂ, എന്നിട്ട് ഹലോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ പറയുന്നത് ഹലോ ഈസ് അബ്സ്ട്രാക്റ്റ് കനോട്ട് ഇൻസ്റ്റൻറ്റഡ്. അതൊക്കെ വിട്ടേ. അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇത് വിധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ 2 പോയിന്റ് ആയപ്പോൾ മാറാമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. ഇനി അപ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആക്കി വെക്കുന്ന ഒരു സാധനം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു തോട്ട് വന്നാൽ നല്ലത്. ഇത്ര പറയാൻ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, സാധാ ഒരു ക്ലാസ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് എന്നവിടെ പേര് പോയി ഹലോക്ക് കൊടുത്തു, ഇനി റോക്കി കൊടുക്കും. ഓക്കെ, റോക്കി വയ്യാണ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ റോക്കി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം. ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എക്സ്റ്റെൻസ്ഡ്. ഓക്കെ, എക്സ്റ്റെൻസ്. ഓക്കെ, ആ ഒരു കീവേഡ് ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, അബ്സ്ട്രാക്റ്റ് ഹലോ എന്ന് കൊടുക്കണോ അല്ലെങ്കിൽ വെറും ഹലോ എന്ന് കൊടുത്താൽ മതിയോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. ഹലോ എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ഹലോ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മൾ ഇതിലേക്ക് ഇനി ഇത് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലാസ്സിൽ നിന്ന് ഇതിനെ ഇൻഹെറിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഹലോനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്ത്. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. ഇപ്പം ഞാൻ അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ വരും. ഇപ്പം ഇവർ കാണിക്കുന്ന എറർ എന്താണെന്ന് വെച്ചാൽ, റോക്കി ഈസ് നോട്ട് അബ്സ്ട്രാക്റ്റഡ്. റോക്കി ഒരു അബ്സ്ട്രാക്റ്റ് അല്ല എന്ന് അവർ പറയുന്നത്. ഡു നോട്ട് ഓവർ റൈഡ് മെത്തേഡ് ഹോയ്. എന്താ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ 2 അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഇല്ലേ, അതിനെ നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്തോ. ആ ഒരു ഇൻഹെറിറ്റ്, അതായത് ഈ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യില്ലേ, ആ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ നമ്മൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. അതായത് ഈ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ നമ്മൾ ആ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത ക്ലാസ്സിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. വോയിഡ്
ഹായ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കോഡ് വർക്കാണെന്നോ. വോയിഡ് ഹായ്. ഹായ് അല്ല, അവിടെ വേറെ ഏതായുള്ള പോയില്ല. ഓക്കെ, ഇങ്ങനെയാണ് അത് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുക്കണം. ഇപ്പം ഞാനൊന്നും കൊടുക്കുന്നില്ല, അത്രയും പറയാം. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കോഡ് വർക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ എററൊന്നും കാണിക്കാതെ. ഓക്കെ, ഇനി നമുക്ക് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കുന്നതാണ്. അതായത് ഈ റോക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇത് ബിൽഡ് ചെയ്യാൻ മാത്രമാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ മെത്തേഡും കൂടി കൊടുക്കാൻ പറ്റുമോ? ടൈം ലൈൻ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുള്ള ആൻസർ പറയുന്നതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ മെത്തേഡ്സും ക്രിയേറ്റ് ചെയ്യാം. അതായത് റോക്കീൻ്റെതായ മെത്തേഡ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ബോയിഡ് റോക്കി ആകുമ്പോൾ നമുക്കൊരു ലോക്കി ഒക്കെ കൊടുക്കാം. ഓക്കെ, ലോക്കീൻ്റെ അകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെ അകത്തും പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. പ്രിന്റ് ലോക്കി. ഇനി ഇതിൻ്റെ അകത്ത് പ്രിന്റ് അതിൻ്റെ നെയിം തന്നെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇനി ഈയുടെയും പ്രിന്റിൻ്റെ അകത്ത് ഹായ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റും ഇവിടെ നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എറർ വന്നത് ലോക്കിൻ്റെ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കണം. അത് കൊടുക്കാതെ അതിൻ്റെ എറർ. ഓക്കെ, ഇപ്പോൾ കോഡ് വർക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് റോക്കീൻ്റെ അകത്ത് റോക്കി ഞാൻ ആർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ആർ ഡോട്ട് നിങ്ങൾ ഇപ്പോൾ ടൈം ലൈൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു റിപ്ലൈ തരണം. ഞാനിവിടെ ആർ ഡോട്ട് ഹായ് എന്ന് കൊടുത്താൽ എനിക്കിപ്പോൾ എന്ത് കിട്ടും? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പം ഞാൻ റൺ ചെയ്താൽ എന്തായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടില്ലേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ റൺ ചെയ്യുന്ന നമുക്കിവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് അവിടെ ബിൽഡ് ചെയ്ത് അതിനകത്ത് ഇൻബിൽഡ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് ഹായ് ആണ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് മെത്തേഡിനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ആർ ഡോട്ട് ഇവിടെയുള്ള ഹോയ്, അതുപോലെ ആർ ഡോട്ട് ലോക്കി, എല്ലാത്തിനും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം പ്രിന്റ് ആവും. ഹായ് പ്രിന്റ് ആയിട്ടുണ്ട്, ഹോയ് പ്രിന്റ് ആയിട്ടുണ്ട്, ലോക്കിയും പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഞാൻ ഇപ്പം തന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് അബ്സ്ട്രാക്ട് കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അബ്സ്ട്രാക്ട് കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആ ബോഡി അബ്സ്ട്രാക്ട് ക്ലാസ്സിനുള്ളിൽ നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആ അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻബിൽഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നോൺ അബ്സ്ട്രാക്ട് മെത്തേഡും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയേണ്ട കാര്യം, അതായത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ക്ലാസ്സിനുള്ളിൽ ആ അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ ഇൻബിൽഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് കൊടുക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻബിൽഡ് ചെയ്ത ആ ഒരു ക്ലാസ്സിനെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിധത്തിലാണ് അബ്സ്ട്രാക്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ.
വർക്കിങ്. ഇത്രക്കും പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയാതെ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രക്കും കാര്യം എനിക്ക് ഇതിൽ പറഞ്ഞു തരാനുള്ളൂ അബ്സ്ട്രാക്ഷനിൽ. ഇനി എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിലിട്ടോ. ഓക്കെ, ഇനി ഞാൻ നോക്കാൻ പോകുന്ന ഇൻ്റർഫേസ് ആണ് രണ്ടാമത്തെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇൻ്റർഫേസ് അല്ലേ. അപ്പോൾ ഇൻ്റർഫേസിൽ നമുക്ക് പറയാനുള്ള കാര്യം, അതായത് ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് ഒന്നും അവിടെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി പുതിയതായിട്ട് കോഡ്, പുതിയ പേര്, പുതിയ ഭാഷ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇതാ ഈ ഓബ്ജക്റ്റും കൂടി അങ്ങ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന് ഇൻ്റർഫേസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അതായത് 100% അബ്സ്ട്രാക്ഷൻ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണാം. ഓക്കെ, ഒരു കീവേഡ് മനസ്സിലാക്കാത്തവർ തിരിച്ചു പോയി അബ്സ്ട്രാക്ഷൻ വീണ്ടും കണ്ടിട്ട് പോയി. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് പോവാം. അതായത് ഇവിടെ ഇൻ്റർഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് തന്നെയാണ് കീവേഡ്. ഇവിടെ ഇൻ്റർഫേസ് ക്ലാസ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇൻ്റർഫേസ് എന്താണ് ക്ലാസിൻ്റെ നെയിം, ഞാനിവിടെ ഹലോ എന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ക്ലാസിൻ്റെ നെയിമായിട്ട്. അത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ബോഡി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇനി ഈ ഇൻ്റർഫേസ് ക്ലാസ്സിനുള്ളിൽ നമ്മൾ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അല്ലാണ്ട് ഇൻ്റർഫേസിനുള്ളിൽ നമ്മളൊരു ഒബ്ജക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് കീവേഡ് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് സാധാരണ നമ്മൾ എങ്ങനെയാണോ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ, അതായത് വോയിഡ് ഹലോ. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ വോയിഡ് ഹലോ എനിക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? വേഗം തന്നെ നിങ്ങൾ വെക്കോ. അതായത് കമൻറ്റ് ബോക്സിൽ പോയി ടൈപ്പ് ചെയ്തിട്ട് വരി ഇൻ്റർഫേസിൽ എന്തായിരുന്നു ഇൻബിൽഡ് യെസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ടൈം ലൈൻ മാർക്ക് ചെയ്ത് യെസ് ഓർ നോ ടൈപ്പ് ചെയ്തിട്ട് പോയി. ഇനി ഞാൻ എൻ്റെ ഇത് പറയുന്നതാണ്. ഇവിടെ നമുക്ക് ബോഡി, അതായത് അബ്സ്ട്രാക്റ്റ് ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബോഡി ഇൻബിൽഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ 100% അബ്സ്ട്രാക്ഷനാണ് ഇൻ്റർഫേസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ മെത്തേഡും, ഞാനിപ്പോൾ ഒരു മെത്തേഡേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പേര് മാറ്റുന്നുണ്ട്, ക്ലാസ് നെയിമൊക്കെ സെയിം. ഹായ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ ക്ലാസ് കൂടി കൊടുക്കണ്ടെങ്കിൽ ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിനുള്ളിൽ എനിക്ക് ബോഡി, ഇപ്പം ഞാൻ ഇൻ്റർഫേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റർഫേസ് ആയിട്ടുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ടൈം ലൈൻ മാർക്ക് ചെയ്തിട്ടായാലും യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് വഴി. ഇനി ഞാൻ എൻ്റെ ആൻസർ പറയുന്നതാണ്, നോ എന്നാണ് എൻ്റെ ആൻസർ. ഓക്കെ, അതായത് ഇവിടെ പറ്റില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു 100% അബ്സ്ട്രാക്ഷനാണ് ഇൻ്റർഫേസ് പോസിബിൾ ആക്കുന്നത്. അങ്ങനെ ഇത് 100% അബ്സ്ട്രാക്ഷനാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് അബ്സ്ട്രാക്ഷൻ അല്ലാതെ വേറൊരു സാധനവും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ തന്നെ ബോഡി ക്രിയേറ്റ് ചെയ്യാണ്ട് യൂസർക്ക് തിരിയുന്ന ഭാഷയിൽ എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ ഇവിടെ ബോഡി ബിൽഡ് ചെയ്ത് കൊടുത്താൽ യൂസർക്ക് കോംപ്ലക്സ് ആയി പോകില്ലേ, മനസ്സിലാക്കാൻ പാടാവില്ലേ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വെറും മെത്തേഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് മെത്തേഡിൻ്റെ ടൈപ്പും ആ നെയിമും മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ബോഡി ഇൻബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ബോഡി ഇൻബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ അബ്സ്ട്രാക്ഷൻ്റെ അകത്ത് കണ്ടിട്ടില്ലേ, ഒരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടി, അത് തന്നെയാണ് ഇവിടെ ചെയ്യുക. ഇനി ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം. അതായത് ഞാനിവിടെ
ഒരു ഹോയി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഹോയി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെതായ ഒരു മെത്തേഡ് കൊടുക്കുന്നതാണ്. അതായത് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് അതിൻ്റെതായ ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് ഈ ഹോയിൻ്റെതായ ഒരു മെത്തേഡാണത്. ഇനി ഇത് എനിക്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡ് എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ പറയുന്നത്, ഇവിടെ അടുത്ത പോലെ ഇൻസെർട്ട് ചെയ്യുന്ന എക്സ്റ്റൻസ് കീവേഡ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇൻ്റർഫേസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നല്ല നല്ല കീവേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇംപ്ലിമെൻറ്റ്. ഇംപ്ലിമെൻറ്റ്സ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹലോനെ നമ്മൾ ഇടത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്ന അബ്സ്ട്രാക്ഷനകത്ത് അവിടെ നമ്മൾ എന്തായിരുന്നു, ഹലോ ഇതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെയും ബോഡി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എറർ വരും. ഓക്കെ, ഇതിലും നമ്മൾ ബോഡി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാണുന്നില്ലേ, ഇംപ്ലിമെൻറ്റ്സ് ഓവർറൈഡ്, നോട്ട് ഓവർറൈഡ് നോക്കാൻ. ഓക്കെ, ഇവിടെ നമ്മൾ ആ മെത്തേഡ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഹായ് ഞാനിവിടെ ഇപ്പോൾ ഹായ് ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വോയിഡ്, ഇനി അതിലുള്ളത് സ്മോൾ ഹലോ ആണല്ലോ, അതും കൂടി ഞാൻ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ നോക്കാം. ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന ഇവിടെ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. അതായത് കനോട്ട് ഇംപ്ലിമെൻറ്റഡ്, അതായത് ഇവിടെ കാണിക്കുന്നുണ്ട് പബ്ലിക്. ആ ഒരു കീവേഡ് യൂസ് ചെയ്യണം ഇവിടെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇത് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ, അതായത് ഈ ഒരു ക്ലാസ്സിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, ഇപ്പോൾ കോഡ് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വല്ലതും കൊടുത്ത് കാണിച്ചു തരാം. അതായത് ഹായ്, ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഞാൻ ഇത് ഹായു ഹലോ അതൊക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ട് കാണിച്ചു തരാം വീഡിയോ തുടർന്നിട്ട്. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബിൽഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹോയ്ക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഹോയ് h ന്യൂ ഹോയ്. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിനൊന്ന് ബിൽഡ് ചെയ്ത് ഇത് കൊടുത്ത് നോക്കാം, കോൾ ചെയ്ത് നോക്കാം. h ഡോട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ ഒരു ഇൻ്റർഫേസിനുള്ളിലുള്ള ഹായിനെ ഞാനിപ്പോൾ ആക്സസ് ചെയ്യാൻ നോക്കാം. ഹായ്, ഹായ് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് ഇൻ്റർഫേസ് ക്ലാസ്സിനുള്ള ഒരു ക്ലാസ് ഈ മെത്തേഡിനാണ് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് h ഡോട്ട്, ഇനി അടുത്തായിട്ട് അതിൻ്റെ അകത്തുള്ള ക്ലാസ് ഹലോ ആണ്. ഹായ് ഹലോ. ഇനി ഹായും ഹലോവും പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ഹോയ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ബിൽഡ് ചെയ്ത് ഈ ഹായിനെയും കൂടി ഞാൻ ബിൽഡ് ഇത് ചെയ്ത് കാണിച്ചു തരാം. h ഡോട്ട് ഹായ്, ആ ഒരു മെത്തേഡിനെയും കൂടിയാണ് ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട് ഹലോ ഹായ് ഹായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ. ഈ ഇൻ്റർഫേസ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻ്റർഫേസ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻ്റർഫേസ് ക്ലാസ്സിനുള്ളിലുള്ള എല്ലാ ഈ മെത്തേഡ്സും ഈ 100% അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണ്. അതിനകത്ത് നമുക്ക് ആ ഒരു ക്ലാസ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിച്ച കീവേഡുകൾ നോക്കിയല്ലോ, അബ്സ്ട്രാക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്.
അല്ലാണ്ട് അബ്സ്ട്രാക്ഷൻ ഞാനിവിടെ പറയുന്നില്ല. ആ ഒരു കീവേഡ് പോലും വലിയ മാറ്റമുണ്ട്. ഓക്കെ, അതായത് ഇവിടെയുള്ള 100% അബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഞാൻ എവിടെയും കീവേഡ് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യും. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള 100% അബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അച്ചീവ് ചെയ്യുന്നത് 100% അബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ ആ ഒരു മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് ആ ഇന്റർഫേസ് ക്ലാസ്സിനുള്ളിലുള്ള അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ നമ്മൾ ഇൻബിൽഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിനാണ്, ആ ഇൻബിൽഡ് ചെയ്ത ക്ലാസ്സിനുള്ളിലാണ് ആ ഒരു ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുണ്ട് ഇൻ്റർഫേസിൽ മെയിനായിട്ട്. വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കും കാര്യം ഈ അബ്സ്ട്രാക്ഷൻ്റെ അകത്ത് പറയാനുള്ളൂ മെയിനായിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോസ് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.